ഒരു കൗൺസിലറുടെയും അവധി അപേക്ഷ ഇന്ന് വരെ BJP 1986 മുതലൊക്കെയാണ് നമ്മൾ ജയിച്ചു വരുന്നത്. ഇന്ന് വരെ BJP ഒരു കൗൺസിലറുടെയും അവധി അപേക്ഷ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിശ്വാസം വരാൻ താമസിക്കുന്നത് എന്തെന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതിലൊക്കെ തന്നെ ഒറ്റ മറുപടിയുള്ളൂ. 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം നേരിടാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസം കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ 1-2 മാസം അവർക്ക് വൈകിപ്പോയി. ആ വിശ്വാസ പ്രമേയം എന്നുകൊണ്ട് കൊണ്ടുവന്നോട്ടെ. ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തെയും ഭരണസമിതിക്കെതിരായിട്ടുള്ള സമരത്തെയും ഒക്കെ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സ്വാഗതം ചെയ്യുന്നവരാണ്. മുൻപൊരു മന്ത്രി, അന്ന് അദ്ദേഹം MLA ആയിരുന്നു, നമ്മുടെ നിയമസഭയിൽ മേശപ്പുറത്ത് കയറി നിന്നിട്ട് മുണ്ടുയർത്തി കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സഭകൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ കോർപ്പറേഷൻ 29-ാം തീയതി നടന്ന കഴിഞ്ഞ മാസം 29-ാം തീയതി കോർപ്പറേഷൻ യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹാളിൽ മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ, ഒരു ജനപ്രതിയുടെ ഭാഗത്ത് നിന്നും അനാവശ്യമായിട്ടുള്ള മുദ്രാവാക്യം വിളികളോ അല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ബുക്കിന് വേണ്ടി പിടിവലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നിർണായകമായ കൗൺസിൽ യോഗമാണ് ഇന്ന് 2:30 നടക്കാനിരിക്കുന്നത്. മേയർ VV രാജേഷ് നമുക്കൊപ്പമുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം, അയോഗ്യനാകുമോ താങ്കളുടെ സഹപ്രവർത്തകനായ സുഗതൻ? സാധാരണഗതിയിൽ ചട്ടമനുസരിച്ച് 3 യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകാം എന്നതാണ് പറയുന്നത്. പറഞ്ഞത് ആവർത്തിക്കുന്നു, ഒരു കൗൺസിലറും അയോഗ്യനാകില്ല. ഈ ഭരണസമിതിയിൽ അല്ലെങ്കിൽ ഈ കൗൺസിലിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറും അയോഗ്യനാവില്ല ഈ 5 വർഷവും. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി സുഗതൻ പങ്കെടുക്കില്ല, ഉറപ്പാണ്. 3 യോഗത്തിൽ പങ്കെടുക്കാത്ത ആളായി. അപ്പം എന്ത് ആത്മവിശ്വാസത്തിലാണ് VV രാജേഷ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ അത്രയും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് 2:30 ആവട്ടെ, 2:30 മണിക്ക് മാത്രമേ കൗൺസിൽ യോഗത്തിൽ കയറുന്നതിന് മുമ്പ് മാത്രമേ മേയർ സെക്ഷനിൽ നിന്നും ആരൊക്കെയാണ് അവധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരം കിട്ടുകയുള്ളൂ. ആ സമയം മാത്രമേ എനിക്ക് ആധികാരികമായി മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങേക്ക് അങ്ങനെ ഇത്ര ഉറപ്പ് പറയാൻ, അതായത് സുഗതൻ വരാൻ സാധ്യതയുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ മേയർ എന്നുള്ളതല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് കൗൺസിൽ യോഗത്തിന് മുൻപ് മേയർ സെക്ഷനിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോഴാണ്. അതായത് സുഗതൻ്റെ അവധി അപേക്ഷ ഇതിനകം തന്നെ മേയർക്ക് കിട്ടിയിട്ടില്ലേ? മേയർ സെക്ഷനിൽ നിന്ന് അക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കും. ആ സമയം കിട്ടിയിട്ടില്ലേ? അതെ, ഞാൻ പറയുന്നത് മേയർ സെക്ഷനിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ മുഴുവനും യോഗം തുടങ്ങുന്നതിന് മുമ്പ് അറിയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് മേയറുടെ പക്കൽ. ആ സമയത്താണ് ആധികാരികമായിട്ട് എനിക്ക് കിട്ടിയോ ഇല്ല എന്നുള്ള സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. ഈ സ്വാഭാവികമായി ഒരു കൗൺസിലർ അവധി അപേക്ഷ തരികയാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ നടപടിക്രമം? കൗൺസിൽ യോഗത്തിൽ അറിയിച്ചിട്ട് അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന, അത് വോട്ടിങ്ങിന് പോകുമോ അതല്ല മേയർക്ക് തീരുമാനിക്കുമോ? എന്താണ് അതിൻ്റെ ഒരു? അല്ല, എൻ്റെ കഴിഞ്ഞ 5.5 വർഷത്തെ അനുഭവത്തിൽ അസൗകര്യം കൊണ്ട് അവധി അറിയിക്കുന്ന എല്ലാ അപേക്ഷകളും പാസ്സാവുകയാണ് ചെയ്തിട്ടുള്ളത്. 5.5 വർഷം ഞാൻ കൗൺസിലറായിരുന്ന ഘട്ടത്തിൽ. അതിന് മുമ്പ് ഒരു കൗൺസിലർ അസൗകര്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് കൗൺസിൽ പാസ്സാക്കുകയാണ്. കാരണം അവധി ഇപ്പോൾ നാളെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യവും വരാമല്ലോ. ഈ പാസ്സാക്കുക എന്ന് പറയുന്നത് വോട്ടിനിട്ടാണോ പാസ്സാക്കുന്നത്? അതല്ല, ഞാൻ കൗൺസിലറും മേയറുമായിരുന്ന കഴിഞ്ഞ 5.5 വർഷത്തിനിടയ്ക്ക് വോട്ടിനിടേണ്ട സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു അസൗകര്യം പറഞ്ഞ് ഒരു അപേക്ഷ പറയുമ്പോഴേക്കും ആരും അങ്ങനെ അതിനൊരു എതിർപ്പ് പറയാൻ സാധ്യതയില്ല. കാരണം നാളെ ആർക്കും സംഭവിക്കാമല്ലോ. അന്ന് പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടോ ആരുടെയെങ്കിലും? ഒരു കൗൺസിലറുടെയും അവധി അപേക്ഷ ഇന്ന് വരെ BJP 1986 മുതലൊക്കെയാണ് നമ്മൾ ജയിച്ചു വരുന്നത്. ഇന്ന് വരെ BJP ഒരു കൗൺസിലറുടെയും അവധി അപേക്ഷ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. കാരണം നാളെ ആർക്കും മനുഷ്യരില്ല, ഒരു അസൗകര്യം വരാമല്ലോ. അപ്പോഴേക്കും അവധി പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ 51 പേര് എഴുന്നേറ്റ് നിന്ന് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റാതെ വരും. എല്ലാവരും മനുഷ്യരില്ലേ, പൊതുപ്രവർത്തകരില്ല. അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയം. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എതിർപ്പ് സ്വാഭാവികമായും സുഗതൻ്റെ കേസിൽ UDFൻ്റെ ഭാഗത്തു നിന്നും LDFൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ എതിർപ്പ് ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉയരുന്ന സമയത്ത് ഒരു വോട്ടിനിട്ട് സുഗതന് അവധി കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തരത്തിലാണോ ചട്ടമുള്ളത്? അതായത് ഈ എതിർപ്പുകളൊക്കെ തന്നെ തരണം ചെയ്താണല്ലോ 50 സീറ്റ് ജയിച്ചത്. ഈ എതിർപ്പുകളൊക്കെ തന്നെ തരണം ചെയ്താണല്ലോ ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് അപ്പോഴും നോക്കാം. ചട്ടത്തിലെല്ലാ കാര്യങ്ങളുണ്ട്. മുനിസിപ്പൽ ആക്ട് മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൂടും ഏതൊരു വ്യക്തിക്കും. ഒരു അവിശ്വാസത്തെ പേടിയുണ്ടോ? ഞാൻ അവിശ്വാസം വരാൻ താമസിക്കുന്നത് എന്തെന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതിലൊക്കെ തന്നെ ഒറ്റ മറുപടിയുള്ളൂ. 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം നേരിടാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസം കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ 1-2 മാസം അവർക്ക് വൈകിപ്പോയി. ആ വിശ്വാസ പ്രമേയം എന്നുകൊണ്ട് കൊണ്ടുവന്നോട്ടെ. ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തെയും ഭരണസമിതിക്കെതിരായിട്ടുള്ള സമരത്തെയും ഒക്കെ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സ്വാഗതം ചെയ്യുന്നവരാണ്. അങ്ങനെ ഒന്ന് വന്നാൽ പുഷ്പമൂലം മറികടക്കും. ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ തന്നെ VV രാജേഷ് അത് ഉപയോഗിക്കുന്നില്ലെങ്കിലും ചില ആളുകളുടെ
ഈ മുഖഭാവത്തിൽ നിന്ന് നമ്മൾ ചിലത് വായിച്ചെടുക്കുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പുഷ്പം പോലെ നോക്കുക പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം കൊണ്ടും ചിരിച്ചതേ ഉള്ളൂ. പിന്നെ അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നവർ മുന്നോട്ട് പോകും, ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അവസാന കൗൺസിൽ യോഗം നടന്നപ്പം അതൊരു നമ്മുടെ നമ്മുടെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്നത്. നാളെയും അല്ല, ജനാധിപത്യ സഭകളിലും തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല. മുൻപൊരു മന്ത്രി, അന്നത് MLA ആയിരുന്നു, നമ്മുടെ നിയമസഭയിൽ മേശപ്പുറത്ത് കയറി നിന്നിട്ട് മുണ്ടുയർത്തി കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സഭകൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ കോർപ്പറേഷൻ 29-ാം തീയതി നടന്ന, കഴിഞ്ഞ മാസം 29-ാം തീയതി കോർപ്പറേഷൻ യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹാളിൽ മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ, ഒരു ജനപ്രതിയുടെ ഭാഗത്ത് നിന്നും അനാവശ്യമായിട്ടുള്ള മുദ്രാവാക്യം വിളികളോ അല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ബുക്കിന് വേണ്ടി പിടിവലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യകരമായ ചർച്ചകളാകാം, വിമർശനങ്ങളാകാം, തിരുത്തലുകളാകാം, ഒക്കെ ആവാം. അവിടെ നിർത്തണം എന്ന് ഉള്ളതാണ് മേയർ എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അത് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, നമുക്കെല്ലാത്തിനും ഒരു പരിധി ഉണ്ടാകണം. ആ പരിധി ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെ അംഗീകാരവും ബഹുമാനവും കിട്ടിയാൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിലും അത്തരത്തിലുള്ള പരിധികൾ പാലിക്കണമെന്നും പരിധികൾ ലംഘിക്കരുതെന്നാണ് അപേക്ഷ. വലിയ ആത്മവിശ്വാസത്തിലാണ് VV രാജേഷ് ഉള്ളത്. എന്തോ സ്ട്രാറ്റജി അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റാഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.